സുലു എങ്ങനെയുണ്ട്? നിനക്ക് ഇവിടേക്ക് ഇഷ്ടായോ? ഒത്തിരി ഇഷ്ടായി. അടിപൊളി സ്ഥലം. നമ്മുടെ ഹണിമൂണിന് ഇവിടേക്ക് വരേണ്ടതായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായി, 2 പിള്ളേരും ഉണ്ടായി, അവരും വലുതായി. ഇപ്പോഴാണോ ഹണിമൂണിനെ കുറിച്ചൊക്കെ പറയുന്നത് നിങ്ങള്? പിന്നെ അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഇപ്പൊ വേണമെങ്കിൽ ഒരു ഹണിമൂണൊക്കെ ആഘോഷിക്കാം നമുക്ക്. നിങ്ങളുടെ അമ്മ കേൾക്കണ്ട അല്ലേ? അതിന് അമ്മയോട് പറഞ്ഞിട്ടാണോ ഹണിമൂൺ ആഘോഷിക്കുക? ആയിക്കോട്ടെ, എന്നാ പിന്നെ നമുക്കിത് 2ാം ഹണിമൂൺ ആയിട്ടേ കണക്കൂട്ടാം. ചുമ്മാ ഇരുന്ന് ചിരിക്കണ്ട. അത് ശരി, പിള്ളേരെ നോക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ട് കെട്ടിയവനും കൂടി ഇവിടെ മാറിയിരുന്ന് ശൃംഗരിക്കാണല്ലേ? കാണിച്ചു തരാം ഞാൻ. കല്യാണം കഴിഞ്ഞ് ഇത്രയും കൊല്ലായി, എന്നിട്ട് ശൃംഗാരം മാത്രം മാറിയില്ല. നാണമില്ലല്ലോ ഇതൊക്കെ. അയ്യോ, എന്റെ കാല് വയ്യേ, കാലിന് എന്തൊരു വേദനയേ. എടാ മോനെ, എന്താമേ? നീ ഇവിടെ നിൽക്കായിരുന്നോടാ? എന്റെ കാലിനൊട്ടും വയ്യേടാ. നീ ആ കോയമ്പിട്ടൊന്ന് തിരുമ്പി തന്നേ. എന്താടാ വാ വിളിച്ച് നിൽക്കുന്നേ? ഇല്ലമ്മേ, എന്ത് പറ്റിയമ്മേ പെട്ടെന്ന് കാലിന് വേദന? പെട്ടെന്നുണ്ടായതൊന്നല്ല, എനിക്കല്ലെങ്കിലും കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ കാലിനൊക്കെ വേദന ഉള്ളതാ. അതെങ്ങനെയാ നിനക്ക് എന്റെ കാര്യം അറിയാം? നിനക്ക് നിന്റെ കെട്ടിയോട് പിറകെ നടക്കാനല്ലേ സമയമുള്ളൂ. ഈ അമ്മയുടെ കാര്യം എന്തെങ്കിലും നീ ഒന്ന് വന്ന് അന്വേഷിച്ച് നോക്കാറുണ്ടോ? അമ്മ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇപ്പൊ എന്താ അമ്മ ഉണ്ടായത്? അമ്മയ്ക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഊട്ടിയിലേക്ക് വന്നത്? നമ്മുടെ കൂടെ വീട്ടിൽ തന്നെ ഇരിക്കായിരുന്നില്ലേ? കേട്ടോടാ നിന്റെ ഭാര്യയുടെ മനസ്സിലിരിപ്പ്. ഞാൻ വന്നത് അവക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അയ്യോ അമ്മേ, അവൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അമ്മയ്ക്ക് കുറച്ച് ദൂരം നടന്ന കാലുവേദന ഉണ്ടാവുന്ന പറഞ്ഞതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. മതി, കൂടുതൽ കിടന്ന് ഉരുളൊന്നും വേണ്ട. അവനൊരു ഭാര്യനെ സപ്പോർട്ട് ചെയ്ത് വർത്താനം പറയാൻ വരുന്നു. അത് എന്റെ അടുത്ത്. പോയി കൊയമ്പെടുത്ത് കൊണ്ടുവാടാ. പോയിട്ടേ വേഗം കാലിരുമാനുള്ള കൊയമ്പെടുത്തിട്ട് വാ. അമ്മേ, ഈ കാലം തിരുമ്പി ഇരിക്കാനാണ് ഊട്ടിയിൽ വരെ വന്നത്? പിന്നെ ഊട്ടിയിലെത്തിയിരുന്ന എന്റെ കാലം തിരുമ്പ ഇനി പഠിക്കാതെ വേറെ വിളിക്കണോ ഞാൻ? സംസാരിച്ച് നിൽക്കാതെ വേഗം ചെല്ലേ. എന്നോടാ കളി. അനുഭവിച്ചു. നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിങ്ങളുടെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരണ്ടാത്. സുലു, ഹൈവ, എന്തൊരു സുഖമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. അടിപൊളി. നമുക്ക് ഈ റൂമിൽ കിടക്കാം സുലു. പിള്ളേരും അമ്മയും കൂടി അപ്പുറത്തെ റൂമിൽ കിടന്നോട്ടെ. നിങ്ങളുടെ അമ്മയല്ലേ നട്ട പാതിരക്ക് ഇങ്ങോട്ട് കയറി വരും, എന്നിട്ട് നമ്മുടെ നടക്ക് കയറി കിടക്കും. അതാ സ്വഭാവം. ഈ അമ്മയെ കൂട്ടി വന്നത് ഇത്രയും വലിയ കൊല്ലാപ്പാവെന്ന് ഞാൻ വിചാരിച്ചില്ല. വർഷം എത്ര കഴിഞ്ഞിട്ട് നിങ്ങളുടെ അമ്മയുടെ സ്വഭാവത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ മനുഷ്യ? നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് പോയില്ലേ, അന്നുണ്ടാക്കിയ അതേ പ്രശ്നങ്ങൾ തന്നെയാ ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് അമ്മ ഇവിടെ ഉണ്ടാക്കുന്നത്. അമ്മയുടെ പെരുമാറ്റം കണ്ടാത്തൊന്നും നമ്മൾ ഇതുവരെ ഒരുമിച്ച് ഒരു റൂമിൽ ജീവിച്ചിട്ടില്ലെന്ന്. എന്തൊരു ശുഷ്കാന്തിയെ നമ്മളെ തമ്മിൽ അങ്ങ് മാറ്റി നിർത്താൻ. പഴയ ആൾക്കാരല്ലേ സുലു, ക്ഷമിക്കുന്നീ. പിന്നെ പഴയ ആൾക്കാരെ കുഴപ്പമൊന്നുമല്ല, ഇതേ കുശുമ്പും അസൂയും തന്നെയാ. ചുമ്മാതല്ല നിങ്ങളുടെ അച്ഛൻ പണ്ടേ നാട് വിട്ട് പോയത്. സുലു, നീ വെറുതെ ഓരോന്ന് പറയല്ലേ. എന്റെ സുലു, ഒന്ന് നിർത്ത്. നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? ഒരു ട്രിപ്പ് വന്നതല്ലേ, അതിന്റെ സന്തോഷം മുഴുവൻ കളയാനായിട്ട്. ആരെ മനുഷ്യ സന്തോഷം കളയുന്നേ? ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞല്ലേ, നിങ്ങൾ അമ്മേനെ കൂട്ടിക്കേണ്ട ഒരു ട്രിപ്പിന് പോയാൽ ഒരു സമാധാനം ഉണ്ടാവില്ലെന്ന്. എല്ലാം കൊളാക്കി കൈ തരുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ ആയില്ലേ കാര്യങ്ങള്? എനിക്ക് ഇന്നലെ തീരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല സുലു. ആ ചെയറിൽ ഇരുന്നിട്ട് ഒന്ന് കണ്ണ് മയങ്ങി വന്നപ്പോഴേക്ക് നീ ബഹളം വെച്ച് ഉണർത്തി. അതുകൊണ്ട് ഞാനൊന്ന് ഇച്ചിരി കിടക്കട്ടെ. നിങ്ങളുടെ അമ്മയുടെ കൂർക്കവലി കാരണം ഞാനും പിള്ളേരും ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പുറത്തെ റൂമിൽ വരെ കേൾക്കായിരുന്നു ആ കൂർക്കവലിയുടെ ശബ്ദം. നിങ്ങൾ എങ്ങനെ മനുഷ്യ അവിടെ കിടന്ന് ഉറങ്ങിയത്? ഞാനും ഉറങ്ങിയിട്ടൊന്നും ഇല്ല. അതുകൊണ്ടാ പറഞ്ഞത് ഇപ്പൊ എനിക്ക് ഇത്തിരി കിടക്കണമെന്ന്. നീ വേണമെങ്കിൽ വന്ന് കിടക്ക്. ഹൈ, എന്തൊരു ഭംഗി എവിടെയൊക്കെ കാണാൻ. ബാത്റൂമിലൊക്കെ ഇത്ര പവറോ? ഡെയിലി ഇങ്ങനത്തെ ബാത്റൂമിലൊക്കെ കുളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്തൊരു ഭാഗ്യമാ. അപ്പുറത്ത് ഒരു ബാത്റൂം കൂടി ഉണ്ടല്ലോ, അതിലും കൂടി ഒന്ന് കയറി നോക്കാം. അയ്യടെ ബാത്ടബ്, ഇത് കുളിച്ചിട്ട് തന്നെ കാര്യം. ഒത്തിരി നാളായിട്ടുള്ള എന്റെ ആഗ്രഹമായിരുന്നു ബാത്ടബിൽ ഒന്ന് കുളിക്കണമെന്ന്. ഹവു, എന്തൊരു സുഖ. ഹവാ 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 ഹവാ, മഴത്തുള്ളി പാടുന്നു. ഹവാ ഹവാ, മനസ്സാകെ ഉന്മാദം. ഹവാ ഹവാ, ഇനി ഞാൻ കുളിച്ച് മരിക്കും. ഇതെന്താ ടബിന്റെ അടിയിൽ എന്തോ തടയുന്നത്? കപ്പ് ഇതിൽ ഇട്ടിട്ട് എടുക്കാൻ മറന്നാന്ന് തോന്നുന്നു. ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്സ്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ അതിന്. ഇതെന്താ? അയ്യോ, ഓടി വരണേ. അച്ഛാ, അമ്മേ, ഓടി വാ. അയ്യോ, ഓടി വരണേ. പ്രേതം. അമ്മേ, അമ്മേ, രക്ഷിക്കണേ. അയ്യോ, പാറുവിന്റെ കരച്ചിലാണല്ലോ കേൾക്കുന്നത്. ഏട്ടാ. എന്താ സുലു, എന്താ പറ്റി? ഏട്ടാ, പാറുവിന്റെ കരച്ചിൽ കേട്ടു. നിനക്ക് തോന്നിയതായിരിക്കും, ഞാൻ കേട്ടില്ലല്ലോ. അല്ല, ഞാൻ കേട്ടതാ. അമ്മയെ രക്ഷിക്കണേന്ന് വിളിച്ച് എന്റെ മോള് കരഞ്ഞതുപോലെ. എന്നാ വാ, നമുക്കൊന്ന് പോയി നോക്കാം. മോളെ പാറു, ഡോർ തുറക്കേ. മോളെ പാറു, മോളെ, അമ്മയെ വിളിക്കുന്നേ. പാറുട്ടി, എന്ത് പറ്റി മോളെ? ഒന്നും മിണ്ടുന്നില്ലല്ലോ സുലു. ഈശ്വരന്റെ മോള്, കഥക് തള്ളി തുറക്ക് മനുഷ്യ. എന്താ അമ്മേ, എന്ത് പറ്റി? മോളെ പാറു എവിടെ? അവള് കുളിക്കാൻ പോയതാ. കൊറേ സമയം അവള് പോയിട്ട്. ഞാൻ അവള് രക്ഷിക്കണേന്ന് വിളിച്ച് കരയുന്ന കേട്ടു മോളെ. ഈ കഥക് തട്ടിയിട്ടാണെങ്കിൽ അവള് തുറക്കുന്നുമില്ല. അയ്യോ, പാറുവിനപ്പോ എന്ത് പറ്റിയമ്മേ? നിങ്ങൾ ബഹളം വെക്കാതെ ഞാൻ ഇത് തള്ളി തുറക്കാം. പാറു മോളെ. അയ്യോ മോളെ.